അതിവേഗ വാർത്തകൾ ആരംഭിക്കുന്നു. CPIM 24ാം പാർട്ടി കോൺഗ്രസിന് ഇന്ന് മധുരയിൽ തുടക്കമാകും. മുതിർന്ന നേതാവ് വിമൻ ബസു സീതാറാം യെച്ചൂരി നഗറിൽ പതാക ഉയർത്തുന്നതോടെ സമ്മേളനത്തിന് തുടക്കമാകും. പ്രതിനിധി സമ്മേളനം പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ നിന്നും 175 പ്രതിനിധികൾ അടക്കം 600ഓളം പേരാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. വഖഫ് നിയമ ഭേദഗതി ബിൽ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. ഉച്ചയ്ക്ക് 12 മണിക്കായിരിക്കും ബിൽ അവതരിപ്പിക്കുക. ഇന്നലെ ചേർന്ന ലോക്സഭാ കാര്യോപദേശക സമിതി യോഗത്തിലാണ് തീരുമാനം. ബില്ലിൽ 8 മണിക്കൂർ ചർച്ച നടക്കും. 12 മണിക്കൂർ ചർച്ച വേണമെന്ന ആവശ്യം തള്ളിയതോടെ പ്രതിപക്ഷം യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. കോൺഗ്രസ് തദ്ദേശ ജനപ്രതിനിധികളുടെ സംഗമം ഇന്ന് കൊച്ചിയിൽ നടക്കും. ത്രിതല പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ജനപ്രതിനിധികൾ പങ്കെടുക്കുന്ന യോഗം കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഉദ്ഘാടനം ചെയ്യും. വിവാദങ്ങൾക്കൊടുവിൽ എമ്പുരാൻ സിനിമയുടെ പുതിയ പതിപ്പ് ഇന്നലെ തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിച്ചു. തിരുവനന്തപുരം ആർടെക് മാളിൽ ഇന്നലെ രാത്രി ചിത്രം പ്രദർശിപ്പിച്ചു. പുതിയ പതിപ്പിൽ വെട്ടിയത് 24 ഭാഗങ്ങൾ. സംസ്ഥാനത്ത് ഇന്ന് വിവിധ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 3 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. എറണാകുളം, പാലക്കാട്, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. ജൂൺ വരെ ഇന്ത്യയിൽ പതിവിലും കൂടുതൽ ചൂട് അനുഭവപ്പെടുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മധ്യകിഴക്കൻ ഇന്ത്യയിലും വടക്കു പടിഞ്ഞാറൻ സമതലത്തിലും കൂടുതൽ ചൂട് കൂടുമെന്നാണ് അറിയിപ്പ്. ഇന്ത്യയുടെ മിക്ക ഭാഗങ്ങളിലും ഉയർന്ന താപനിലയായിരിക്കും അനുഭവപ്പെടുക. ഇന്ന് ലോക ഓട്ടിസം ദിനം. മാനസികമായ വെല്ലുവിളികളെക്കുറിച്ച് സുരക്ഷിതമായി സംസാരിക്കാവുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ സമൂഹത്തിൽ രൂപപ്പെടുത്തിയെടുക്കുകയാണ് ലോക ഓട്ടിസ ദിനം പോലുള്ള ദിനാചരണങ്ങളുടെ ലക്ഷ്യം. നീലഗിരി ജില്ലയിൽ പാസ് നടപടിക്രമങ്ങൾ, ഭൂപ്രശ്നം, ടൂറിസം സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ കണക്കിലെടുത്ത് ഇന്ന് പൊതുപണിമുടക്ക്. കേരളത്തിൽ നിന്നും കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള വിനോദസഞ്ചാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. 13 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വ്യാപാരികളുടെ സംഘടന ജില്ലയിൽ 24 മണിക്കൂർ പൊതുപണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. പാകിസ്ഥാനിൽ ശക്തമായ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 4.3 തീവ്രത രേഖപ്പെടുത്തി. ബലൂചിസ്ഥാനിലെ ഉദാൻ നഗരത്തിനടുത്തായാണ് ഭൂചലനം അനുഭവപ്പെട്ടത്. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് ഭൂചലനം അനുഭവപ്പെട്ടത്. ആളപായമോ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ 4.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടു. കടുവ ഭീതിയിൽ ഉറക്കം നഷ്ടപ്പെട്ട് വയനാട് തിരുനെല്ലി സർവാടി ഉന്നതി നിവാസികൾ. വളർത്തുമൃഗങ്ങളെ കടുവയിൽ നിന്ന് സംരക്ഷിക്കാൻ ഉറക്കമൊഴിഞ്ഞ് തൊഴുത്തിന് സമീപം കാവലിരിക്കുകയാണ് നാട്ടുകാർ. തൃശൂർ ചാലക്കുടിയിൽ പുലിക്കായുള്ള പരിശോധന ഊർജിതമാക്കി വനംവകുപ്പ്. പുലിയുടെ സാന്നിധ്യം അറിയാനായി 100 നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. കണ്ണമ്പുഴ ക്ഷേത്രം മുതൽ കോട്ടാറ്റ് വരെയുള്ള പ്രദേശങ്ങളിലാണ് 23 കെട്ടിടങ്ങളിൽ ദൗത്യസംഘം പരിശോധന നടത്തിയത്. മലപ്പുറം എടക്കര ചുരുളിക്കുളത്തിന് സമീപം കഞ്ചാവ് ചെടി കണ്ടെത്തി. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി കുളം ശുചീകരിക്കാനെത്തിയ DYFI പ്രവർത്തകരാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. തുടർന്ന് എക്സൈസ് സംഘം സ്ഥലത്തെത്തി. തിരുവനന്തപുരം പാളയത്തെ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ എക്സൈസ് നടത്തിയ റെയ്ഡിൽ കഞ്ചാവ് പിടികൂടി. 455 മുറിയിൽ നിന്നാണ് 20 ഗ്രാം കഞ്ചാവ് പിടികൂടിയത്. മുറിയിലുണ്ടായിരുന്ന തമിഴ്നാട് സ്വദേശിയെ എക്സൈസ് കസ്റ്റഡിയിലെടുത്തു. കേരള യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിലെ 15 മുറികളിലാണ് എക്സൈസ് സംഘം പരിശോധന നടത്തിയത്. തിരുവനന്തപുരത്ത് MDMAയുമായി യുവാക്കളെ പോലീസ് പിടികൂടി. പുല്ലുവിള സ്വദേശി ഷിബു, ഡിസൂസ്, ജുഡ് ഗോഡ്ഫ്രീ എന്നിവരാണ് പിടിയിലായത്. ഷിബുവിന്റെ വീട്ടിൽ നിന്ന് 10.89 ഗ്രാം MDMA പോലീസ് പിടിച്ചെടുത്തു. ബംഗളൂരുവിൽ നിന്ന് കൊണ്ടുവരുന്ന MDMA വിൽപ്പന നടത്തി വരികയായിരുന്നു ഇവർ.
കരുനാഗപ്പള്ളി താലൂക്കിൽ എക്സൈസിന്റെ പരിശോധനയിൽ വാഷും വാറ്റുപകരണങ്ങളും പിടികൂടി. എക്സൈസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വാഷും വാറ്റുപകരണങ്ങളും കണ്ടെത്തിയത്. എക്സൈസ് ഇൻസ്പെക്ടർ അരുൺ കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. കൊല്ലം ചടയമംഗലത്ത് 5 ലക്ഷം രൂപ വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി 75കാരൻ പിടിയിൽ. ഇളമാട് സ്വദേശി രാധാകൃഷ്ണപിള്ളയാണ് പിടിയിലായത്. പരിശോധനയിൽ വീട്ടിനുള്ളിലെ രഹസ്യ അറയിൽ സൂക്ഷിച്ചിരുന്ന 250 കിലോയോളം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തി. ആയൂർ, ഓയൂർ, ചടയമംഗലം, കടക്കൽ മേഖലകളിൽ വിൽപ്പനക്കായി കൊണ്ടുവന്ന ഉൽപ്പന്നങ്ങളാണ് ചടയമംഗലം എക്സൈസ് പിടികൂടി. കൊല്ലത്ത് കേരളത്തിലേക്കും ഇതര സംസ്ഥാനങ്ങളിലേക്കും MDMA വിതരണം നടത്തിയ യുവാവ് പിടിയിലായത് നൈജീരിയൻ സ്വദേശി ആഗ്ബേട്ടോ സോളം. കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം ഡൽഹിയിലെത്തിയാണ് പ്രതിയെ പിടികൂടി. തൃശൂർ മതിലകത്ത യുവാവിനെ ഇടിവള കൊണ്ട് ഇടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരാൾ റിമാൻഡിലായത് പതിയാശ്ശേരി സ്വദേശി നബീൽ. സാമ്പത്തിക ഇടപാടിനെക്കുറിച്ചുള്ള തർക്കമാണ് മർദ്ദനത്തിന് കാരണം. കോഴിക്കോട് ബാലുശ്ശേരിയിൽ മകന്റെ മർദ്ദനമേറ്റ് അമ്മയ്ക്ക് ഗുരുതര പരിക്ക്. ബാലുശ്ശേരി കണ്ണാടിപ്പൊയിലിൽ രതിക്കാണ് മർദ്ദനമേറ്റത്. സ്വത്ത് തർക്കമാണ് മർദ്ദനത്തിന് കാരണം എന്ന് രതി പറഞ്ഞു. സംഭവത്തിൽ പോലീസിൽ പരാതി നൽകി. എറണാകുളം ബാറിലുണ്ടായ ആക്രമണത്തിൽ സഹോദരങ്ങൾ അറസ്റ്റിൽ. വെള്ളൂർക്കുന്നം സ്വദേശി ഷറഫ്, സഹോദരൻ മുബീർ എന്നിവരാണ് അറസ്റ്റ് ചെയ്തത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇടുക്കി പള്ളിവാസൽ പഞ്ചായത്തിൽ തുറസായ സ്ഥലത്തിരുന്ന് ലഹരി ഉപയോഗിച്ചത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് മർദ്ദനമേറ്റതായി പരാതി. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യവുമായി ഡിവൈഎഫ്ഐ ബ്ലോക്ക് നേതൃത്വം രംഗത്തെത്തി. കോഴിക്കോട് കടലുണ്ടി TMH ആശുപത്രിയിൽ ലഹരി സംഘത്തിന്റെ അതിക്രമം. അപകടത്തിൽ പരിക്കേറ്റ യുവാവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന സംഘമാണ് അതിക്രമം നടത്തിയത്. ആക്രമികൾ റിസപ്ഷൻ അടിച്ചു തകർക്കുകയും ആശുപത്രി ജീവനക്കാരെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു. അക്രമി സംഘത്തിലെ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മലപ്പുറം പരപ്പനങ്ങാട് സ്വദേശി ഉബൈദിനാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ മദ്യപ സംഘം വലിച്ചെറിഞ്ഞ ബിയർ കുപ്പി ദേഹത്തേക്ക് വീണ് 5 വയസ്സുകാരന് പരിക്കേറ്റു. കള്ളിക്കാട് അരുവിഴിക്കുഴി സ്വദേശി ആദം ജോണിനാണ് പരിക്കേറ്റത്. കുട്ടിയുടെ പിതാവ് രനീഷിനും പരിക്കേറ്റിട്ടുണ്ട്. കാട്ടാക്കടയിലെ സ്വകാര്യ ബാറിലെത്തിയവർ തമ്മിലുള്ള തർക്കത്തിനിടെയാണ് സംഭവം. തൃശൂർ കുന്നംകുളത്ത് പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിക്കു നേരെ ലൈംഗികാതിക്രമം നടത്തിയ 55കാരന് 5 വർഷം കഠിന തടവും 25,000 രൂപ പിഴയും വിധിച്ചു. പുന്നിയൂർക്കുളം സ്വദേശി മൊയ്തുണ്ണിക്കാണ് കുന്നംകുളം അതിവേഗ പോക്സോ കോടതി ശിക്ഷ വിധിച്ചത്. തൃശൂരിൽ ബാലികയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ച കരാട്ടെ ട്രെയിനർക്ക് 23 വർഷം കഠിന തടവ് ശിക്ഷ വിധിച്ചു കോടതി. അയ്യന്തോൾ സ്വദേശി സുരേഷ് കുമാറിനെയാണ് കഠിന തടവിന് ശിക്ഷിച്ചത്. തൃശൂർ സ്പെഷ്യൽ പോക്സോ കോടതിയുടേതാണ് വിധി. കരാട്ടെ പരിശീലനത്തിനായി എത്തിയ 10 വയസ്സുകാരിയാണ് പ്രതി പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. കാസർഗോഡ് ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട 16കാരിയെ ലോഡ്ജിലെത്തിച്ച് പീഡിപ്പിച്ചതായി പരാതി. തളിപ്പറമ്പ് സ്വദേശി അർജുനെതിരെയാണ് പോക്സോ പ്രകാരം പോലീസ് കേസെടുത്തത്. പ്രതിക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃശൂരിൽ ഹണി ട്രാപ്പിലൂടെ പണം അപഹരിച്ചതിനെ തുടർന്ന് യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിക്ക് 4 വർഷം കഠിന തടവും പിഴയും ശിക്ഷ വിധിച്ചു. ആലിമുക്ക് സ്വദേശി സുജിതയ്ക്കാണ് തൃശൂർ 3ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത്. പ്രണയം നടിച്ച് വിയൂർ സ്വദേശിയായ രാജേഷ് എന്ന യുവാവിൽ നിന്നും 2007 മുതൽ 10 ലക്ഷം രൂപ തട്ടിയെന്നാണ് കേസ്. എറണാകുളം വടക്കൻ പറവൂരിൽ നിന്ന് മാഹി മദ്യവും വാഷുമായി പ്രൈവറ്റ് ബസ് ഡ്രൈവർ പിടിയിൽ. വടക്കൻ പറവൂരിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് വിൽപ്പന നടത്താനെത്തിച്ച മദ്യമാണ് പിടികൂടിയത്. കേസിൽ കൂടുതൽ പ്രതികൾക്കായി തിരച്ചിൽ.
തിരുവനന്തപുരം കാട്ടാക്കടയിൽ പണം വെച്ച് ചീട്ടുകളിച്ച 2 പേർ പിടിയിൽ. ജയന്ത്, മോഹൻലാൽ എന്നിവരെയാണ് കാട്ടാക്കട പോലീസ് അറസ്റ്റ് ചെയ്തത്. കാട്ടാക്കട SI മനോജിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടത്തിയ പരിശോധനയിൽ 6430 രൂപയും മദ്യക്കുപ്പിയും കണ്ടെടുത്തു. തൃശൂർ കൊടുങ്ങല്ലൂരിൽ ഭരണി ഉത്സവത്തിനിടെ മൊബൈൽ ഫോണുകളും പണവും മോഷ്ടിച്ച പ്രതി അറസ്റ്റിൽ. വയനാട് ചീരാൽ സ്വദേശിയായ മണി എന്ന് വിളിക്കുന്ന കണ്ണനാണ് അറസ്റ്റിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കണ്ണൂരിൽ ബസ്സും ലോറിയും കൂട്ടിയിടിച്ച അപകടം. കണ്ണൂരിൽ നിന്നും വീരാജ്പേട്ടയിലേക്ക് പോവുകയായിരുന്ന ക്ലാസിക് ബസ്സും ഇരിട്ടി ഭാഗത്തു നിന്നും മട്ടന്നൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന നാഷണൽ പെർമിറ്റ് ലോറിയും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. ബസ് ഡ്രൈവർ ഉൾപ്പെടെ 11 പേർക്ക് പരിക്ക്. ബസ്സിനുള്ളിൽ കുടുങ്ങിപ്പോയ ഡ്രൈവറെ നാട്ടുകാർ ബസ് കുത്തിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. ഇടുക്കി ബൈസൺ വാലിക്ക് സമീപം വാഹനാപകടം. പാലത്തിന്റെ കൈവരികൾ തകർത്ത് കാർ താഴ്ചയിലേക്ക് മറിഞ്ഞു. കോഴിക്കോട് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പത്തനംതിട്ട പന്തളം MC റോഡിൽ വാഹനാപകടത്തിൽ 59കാരന്റെ ദാരുണാന്ത്യം. ഏഴംകുളം സ്വദേശി മുരുകനാണ് മരിച്ചത്. പന്തളം ഭാഗത്തു നിന്നും വന്ന മിനി ലോറിയും അടൂർ ഭാഗത്തു നിന്നും വന്ന ബൈക്കും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. ഇടുക്കി കാഞ്ചിയാർ പള്ളിക്കവല ജനവാസ മേഖലയിൽ വീടിന്റെ ടെറസിൽ 2 ദിവസങ്ങളിലായി അജ്ഞാതനെ കണ്ടതായി നാട്ടുകാർ. കാഞ്ചിയാർ പള്ളിക്കവലയിലും വ്യാപാര സ്ഥാപനങ്ങളിലും മോഷണം നിവാസികളിൽ ആശങ്ക വർദ്ധിപ്പിച്ചു. കൊല്ലം മയ്യനാട് പഞ്ചായത്തിലെ ചില പ്രദേശങ്ങളിൽ മഞ്ഞപ്പിത്തം പടരുന്നു. ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത് 14 പേർക്കാണ്. മയ്യനാട് C. കേശവൻ ആശുപത്രിയിലെ സൂപ്രണ്ട് ഡോക്ടർ ശശി കരുണാകരൻ പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. മില്ലുടമകൾ അമിതമായ കിഴിവ് ആവശ്യപ്പെടുന്നതിനെതിരെ ആലപ്പുഴ മങ്കൊമ്പ് പാടി മാർക്കറ്റ് ഓഫീസ് നെൽകർഷകർ ഉപരോധിച്ചു. നെൽകർഷകരെ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു ഉപരോധം. നെല്ല് സംഭരണം വേഗത്തിലാക്കാൻ ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തിനെ തുടർന്ന് സമരസമിതി കൂടിയാലോചിച്ച് സമരം അവസാനിപ്പിക്കുകയായിരുന്നു. ഇടുക്കി മൂന്നാർ പഞ്ചായത്തിലെ ക്ഷീര കർഷകർക്ക് വിതരണം ചെയ്യാനായി എത്തിച്ച ഗുണനിലവാരമില്ലാത്ത കന്നുകാലികളെ ഗുണഭോക്താക്കൾ വാങ്ങാൻ തയ്യാറാകാതെ വന്നതിനെ തുടർന്ന് ഇറച്ചി കച്ചവടക്കാർക്ക് വിറ്റ് ലക്ഷങ്ങൾ തട്ടി. സംഭവത്തിൽ പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥനെതിരെ നടപടി ആവശ്യപ്പെട്ട് CPI മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെറ്റിനറി പോളിക്ലിനിക് ഉപരോധിച്ചു. അതിവേഗ വാർത്തയിൽ ഇനിയൊരു ഇടവേള. ചന്തേർകുഞ്ച് ഫ്ളാറ്റ് സമുച്ചയങ്ങൾ പൊളിക്കുന്നത് കൊച്ചി മെട്രോയ്ക്ക് ഭീഷണിയാകുമോ എന്ന ആശങ്കയിൽ ജനങ്ങൾ. മെട്രോ തൂണുകൾക്കും പാളത്തിനുമെല്ലാം ഇതിന്റെ ആഘാതമേൽക്കുമോ എന്നാണ് പഠിക്കണമെന്നും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് നടപടി വേണമെന്നും ആവശ്യപ്പെട്ട കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് ജില്ലാ ഭരണകൂടത്തിന് കത്ത് നൽകി. എറണാകുളം മൂവാറ്റുപുഴ സിവിൽ സ്റ്റേഷനിൽ മാലിന്യം നീക്കാത്തതിൽ ഒറ്റയാൾ സമരം നടത്തി MJ ഷാജി. നാട്ടുകാരുടെ നിരവധി പ്രതിഷേധങ്ങളും പരാതികളും അധികൃതർക്ക് കൈമാറിയെങ്കിലും നാളിതുവരെയും യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. ഇടുക്കി അടിമാലി ഗ്രാമപഞ്ചായത്ത് വിശപ്പുരഹിത പദ്ധതിക്ക് തുടക്കം കുറിച്ചു. പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്ത് അടിമാലി താലൂക്ക് ആശുപത്രി പരിസരത്ത് സൗജന്യ ഫുഡ് കൗണ്ടർ സ്ഥാപിച്ചു. പദ്ധതിയുടെ ഉദ്ഘാടനം അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ, പഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി വേസ്റ്റ് ബിന്നുകൾ വിതരണം ചെയ്തു. ഇടുക്കി രാജകുമാരി സൗത്ത് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കിയത്. രാജകുമാരി സൗത്ത് യൂണിറ്റിലെ വ്യാപാരികൾക്കും സൗജന്യമായിട്ടാണ് സംഘടന വേസ്റ്റ് ബിന്നുകൾ വിതരണം ചെയ്തത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇടുക്കി അടിമാലി മേഖലയുടെ വാർഷിക സമ്മേളനം നടന്നു. അടിമാലി സർക്കാർ ഹൈസ്കൂളിലായിരുന്നു പരിപാടി നടന്നത്. പരിഷത്ത് കേന്ദ്ര നിർവാഹക സമിതി അംഗം PA തങ്കച്ചൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കൊല്ലം അഷ്ടമുടി കായലിന്റെ പുനരുജ്ജീവനത്തിന്റെ ഭാഗമായി 2ാം ഘട്ട കണ്ടൽ വനവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മേയർ
ഹണി ബെഞ്ചമിൻ കടലിന്റെ മക്കൾ കൂട്ടായ്മയുടെ പ്രസിഡന്റ് എ പീറ്ററിന് കണ്ടൽ തൈ കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. എമ്പുരാൻ സിനിമയിലെ ആശയം അണിയറ പ്രവർത്തകർ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിൽ സംഘപരിവാർ ശക്തികൾക്ക് കീഴ്പ്പെടുന്ന അവസ്ഥയാണെന്ന് ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു വന്നിരുന്ന മഹാത്മാഗാന്ധി കുടുംബ സംഗമത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തൃശൂർ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ അധ്യാപക ഒഴിവ്. ഫിസിക്സ്, മലയാളം, ഇംഗ്ലീഷ് തസ്തികകളിലേക്കാണ് PSC നിഷ്കർഷിക്കുന്ന യോഗ്യതയുള്ളവരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചു. അപേക്ഷ ഏപ്രിൽ 15 വൈകിട്ട് 5-നകം ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ എന്ന വിലാസത്തിൽ അയക്കണം. കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാളിന്റെ 101ാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി കലാസാഗർ പുരസ്കാരത്തിന് നാമനിർദ്ദേശം ക്ഷണിച്ചു. കഥകളി വേഷം, സംഗീതം, ചെണ്ട, മദ്ദളം, ചുട്ടി എന്നീ വിഭാഗങ്ങളിൽ പ്രാവീണ്യം തെളിയിച്ച കലാകാരന്മാർക്കും കലാനിരൂപകരും പുരസ്കാരം നൽകും. കേരളത്തിൽ സ്ഥിര താമസമാക്കിയ കലാകാരന്മാർക്ക് പുരസ്കാരത്തിന് അപേക്ഷിക്കാം. ഏപ്രിൽ 28 വരെ അപേക്ഷകൾ സ്വീകരിക്കും. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ നിയമിക്കുന്നു. സൈനിക, അർദ്ധസൈനിക, പോലീസ് തുടങ്ങിയ വിഭാഗങ്ങളിൽ നിന്ന് വിരമിച്ചവർക്ക് ഏപ്രിൽ 3 നടക്കുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ രേഖകൾ സഹിതം രാവിലെ 11 ആശുപത്രി സൂപ്രണ്ടിന്റെ കാര്യാലയത്തിൽ ഹാജരാകും. കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ അംശദായം സ്വീകരിക്കുന്നതിന് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ ജില്ലയിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ സിറ്റിംഗ് നടത്തുന്നു. ഏപ്രിൽ 9 മുതൽ 26 വരെ രാവിലെ 10 മുതൽ വൈകിട്ട് 3 വരെയാണ് സിറ്റിംഗ്. തൃശൂർ കാനറ ബാങ്കിൽ ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ സൗജന്യ മൊബൈൽ ഫോൺ റിപ്പയറിംഗ് ആൻഡ് സർവീസിംഗ് പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 30 ദിവസത്തെ കോഴ്സിലേക്ക് 18 മുതൽ 44 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് കേന്ദ്ര സർക്കാരിന്റെ NCVET സർട്ടിഫിക്കറ്റ് ലഭിക്കും. തൃശൂർ മച്ചാട് വിദ്വാൻ എളയത് സ്മാരക വായനശാലയിൽ വായന വസന്തം പരിപാടിയുടെ ഉദ്ഘാടനവും ഹരിതഗ്രന്ഥശാല പ്രഖ്യാപനവും നടത്തി. തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. വായനശാല വൈസ് പ്രസിഡന്റ് TS കുട്ടപ്പൻ അധ്യക്ഷത വഹിച്ചു. തൃശൂരിലെ അവിടിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 2024-25 സാമ്പത്തിക വർഷത്തെ വാർഷിക പദ്ധതി വിഹിത വിനിയോഗത്തിൽ 100% പൂർത്തിയാക്കി ജില്ലയിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി. കേരള സംസ്ഥാനത്തിൽ 5ാം സ്ഥാനത്താണ് അവിടിശ്ശേരി ഗ്രാമപഞ്ചായത്ത്. തൃശൂരിലെ കൊടുങ്ങല്ലൂർ നഗരസഭയിൽ മാലിന്യം കുമിഞ്ഞുകൂടുന്നതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ധർണ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ES സാബു ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർ VM ജോണി അധ്യക്ഷനായി. തൃശൂർ പാവറട്ടി ലോക നാടക ദിനത്തിന്റെ ഭാഗമായി ലഹരിക്കെതിരെ നാടക ക്യാമ്പ് സംഘടിപ്പിച്ചു. വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദി ആൻഡ് പബ്ലിക് ലൈബ്രറിയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. പ്രശസ്ത നാടക സംവിധായകൻ സൈലു ചാപ്പി പരിപാടി ഉദ്ഘാടനം ചെയ്തു. തൃശൂരിൽ ക്ഷീര കർഷക ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെന്റ് കണ്ണൂരും മാന്നാമംഗലം ക്ഷീരോത്പാദക സഹകരണ സംഘവും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. സംഘം പ്രസിഡന്റ് ജോർജ് പന്തപ്പിള്ളി ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം വലിയമ്മല ISROയുടെ സമീപത്തെ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് യോഗം ചേർന്നു. സ്ഥലമേറ്റെടുക്കലിൽ വരുന്ന പരാതികൾ സൗഹൃദപരമായി ചർച്ചയിലൂടെ പരിഹരിച്ച് മുന്നോട്ടു പോകണമെന്ന് മന്ത്രി GR അനിൽ യോഗത്തിൽ അറിയിച്ചു. കൊച്ചിയിലെ നാവികത്താവളത്തിലെ പുതിയ നോർത്ത് ജെട്ടിയുടെ ഉദ്ഘാടനം നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് K ത്രിപാഠി നിർവഹിച്ചു. വിവിധ തരത്തിലുള്ള നാവിക കപ്പലുകളും സഹായ കപ്പലുകളും അടുപ്പിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ജെട്ടി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്.
തൃശൂർ ചുവന്നമണ്ണ പൂവൻചിറ റോഡിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി കെ രാജൻ നിർവഹിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ചാണ് 900 മീറ്റർ ദൂരമുള്ള റോഡിലെ നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നത്. തിരുവനന്തപുരം നെടുമങ്ങാട് ലഹരി വിരുദ്ധ ബോധവൽക്കരണ വാക്കത്തോൺ സംഘടിപ്പിച്ചു. എക്സൈസ് സർക്കിൾ ഓഫീസറും KVSഉം ഗവൺമെന്റ് കോളേജിലെ NSS യൂണിറ്റും ചേർന്നാണ് സംഘടിപ്പിച്ചത്. കൊല്ലം ഉമയനല്ലൂർ ക്ഷേത്രത്തിലെ ആനവാൽപ്പിടി ചടങ്ങ് നടന്നു. വിദേശികളും സ്വദേശികളും അടക്കം ആയിരങ്ങളാണ് ചടങ്ങ് കാണാനെത്തിയത്. ഉമയനല്ലൂർ ബാലസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചാണ് ചരിത്രപ്രസിദ്ധമായ ആനവാൽപ്പിടി നടത്തുന്നത്. ആനവാൽപ്പിടിക്ക് ശേഷം മഹാപ്രസാദ ഊട്ടും നടത്തും. തൃശൂർ വെങ്കിടങ്ങിൽ ഖത്തർ KMCC മണലൂർ നിയോജക മണ്ഡലം റിലീഫ് ഫണ്ട് വെങ്കിടങ്ങ് പഞ്ചായത്ത് വിതരണം ചെയ്തു. 1 ലക്ഷം രൂപയുടെ സഹായമാണ് ഖത്തർ KMCC മുസ്ലിം ലീഗ് വെങ്കിടങ്ങ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ സഹകരണത്തോടെ വിതരണം ചെയ്തത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ 33ാമത് ഇടുക്കി ജില്ലാ സമ്മേളനം അടിമാലിയിൽ നടന്നു. അഡ്വക്കേറ്റ് A. രാജ MLA പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രതിനിധി സമ്മേളനം സംഘാടക ജനറൽ സെക്രട്ടറി R. രഘുനാഥൻ നായർ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി മാങ്കുളം ഗ്രാമപഞ്ചായത്തിന്റെ നവീകരിച്ച ഫ്രണ്ട് ഓഫീസിന്റെ ഉദ്ഘാടനവും മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായുള്ള തദ്ദേശ സ്ഥാപനതല ശുചിത്വ പ്രഖ്യാപനവും അഡ്വക്കേറ്റ് A. രാജ MLA നിർവഹിച്ചു. തൃശൂരിൽ CPIM മണലൂർ ലോക്കൽ കമ്മിറ്റി മയക്കുമരുന്നിനും ലഹരി വ്യാപനത്തിനുമെതിരെ ജനജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു. ഏരിയ കമ്മിറ്റി അംഗം AV ശ്രീവത്സൻ ഉദ്ഘാടനം ചെയ്തു. കോട്ടയം ചങ്ങനാശ്ശേരി നഗരത്തെ ശുചിത്വ നഗരമാക്കി ചെയർപേഴ്സൺ കൃഷ്ണകുമാരി രാജശേഖരൻ പ്രഖ്യാപിച്ചു. സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപന വിളംബര റാലിയും സംഘടിപ്പിച്ചു. യോഗത്തിൽ നഗരസഭ വൈസ് ചെയർമാൻ മാത്യൂസ് ജോർജ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ ഒളക്കര ഉന്നതിയിലെ വനാവകാശ രേഖ ലഭിച്ചവരുടെ സംഗമം നടത്തി. ഒളകര ഉന്നതിയിലെ 44 കുടുംബങ്ങൾക്ക് വനാവകാശ രേഖ ലഭ്യമാക്കുന്നതിന് നേതൃത്വം നൽകിയവരെ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അഭിനന്ദിച്ചു. ചടങ്ങിൽ മന്ത്രി ഒളകര ഉന്നതിയിലുള്ളവർക്കുള്ള സ്നേഹോപഹാരവും നൽകി. ഭിന്നശേഷിക്കാരുടെ ക്ഷേമ ഫെഡറേഷനായ DAWF തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെമ്പർഷിപ്പ് ഉദ്ഘാടനവും പഠന ക്ലാസും സംഘടിപ്പിച്ചു. കാട്ടായിക്കോണം സ്കൂൾ അങ്കണത്തിൽ വെച്ചു നടന്ന മെമ്പർഷിപ്പ് വിതരണം കഴക്കൂട്ടം MLA കടകംപള്ളി സുരേന്ദ്രനും പഠന ക്ലാസിന്റെ ഉദ്ഘാടനം ഭിന്നശേഷി കമ്മീഷണർ ഡോക്ടർ ബാബുരാജും നിർവഹിച്ചു. തൃശൂർ ഒല്ലൂർ പടരാട് ഇടവക കത്തോലിക്ക കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞയും സമുദായ ശാക്തീകരണ സെമിനാറും നടത്തി. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപുരയ്ക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ പുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിട വികസനവുമായി ബന്ധപ്പെട്ട അവലോകനം റവന്യൂ മന്ത്രി കെ രാജന്റെ അധ്യക്ഷതയിൽ നടന്നു. MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 95 ലക്ഷം രൂപ അനുവദിച്ച് ഭരണാനുമതി ലഭിച്ച പ്രവൃത്തി വൈകാതെ ആരംഭിക്കും. കോട്ടയം ചങ്ങനാശ്ശേരി കൊറോണ കൗൺസിൽ ജൂബിലി വർഷ നേതൃ സമ്മേളനം നടത്തി. കാലഘട്ടത്തിന്റെ വെല്ലുവിളികൾ മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്നും ലഹരിക്കെതിരെ ജാഗ്രതയോടെ പ്രവർത്തിക്കണമെന്നും അതിരൂപത വികാരി ജനറൽ മോൺ ആന്റണി ഏത്തക്കാട് പറഞ്ഞു. തൃശൂരിലെ തെക്കുംകര പഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിന്റെ വിളംബര ജാഥയും പ്രഖ്യാപനവും നടന്നു. തെക്കുംകര പഞ്ചായത്ത് ഓഫീസിൽ നടന്ന പരിപാടി കുന്നംകുളം MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ അധ്യക്ഷനായി. അതിവേഗ വാർത്തകൾ പൂർണ്ണമാകും.